വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. യൂസ് ഫോർ മൈ ടാലന്റ് എന്ന ഡ്രാമയുടെ 10ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ശിവാൻജിയുടെ വീട്ടിൽ ജുൻജയുടെ ഹയർ സ്റ്റഡീസിനെ കുറിച്ചുള്ള ചർച്ച നടക്കുകയാണ്. ആ സമയത്ത് ശുവാനും അവിടെ എത്തുന്നുണ്ട്. അവന് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഹയർ സ്റ്റഡീസിന് തിരഞ്ഞെടുത്തോളാൻ ശുവാൻജിയും അച്ഛനും പറഞ്ഞെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് അറിയാവുന്നതിനാൽ എനിക്ക് അതിനൊന്നും പോകാൻ താല്പര്യമില്ല, ടീച്ചിങ് എടുത്തോളാം, അതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. പക്ഷേ ക്യാഷിൻ്റെ കാര്യമൊന്നും നീ ആലോചിക്കേണ്ട, അത് ഞാൻ നോക്കിക്കോളാം, എൻ്റെ ജോലി ഇപ്പോൾ സ്ഥിരമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ശിവാൻജി അവനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു. ഞാൻ കുറച്ച് ക്യാഷ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ അത് ഉപയോഗിക്കാമെന്ന് ഷിയാൻ പറഞ്ഞെങ്കിലും നിന്റെ ക്യാഷ് ഞങ്ങളെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, തൽക്കാലം അത് വേണ്ടതെന്ന് ശിവാൻജിയും അച്ഛനും ഒരുപോലെ പറയുന്നു. ജ്യൂസ് കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും വാങ്ഷിയാൻ്റെ ബോധം ഏകദേശം നഷ്ടപ്പെട്ടിരുന്നു. അവളെ കൊണ്ടുവിടാനെന്നുള്ള രീതിയിൽ വെഞ്ചി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങുമ്പോഴാണ് റെൻഷിയുടെ അമ്മ പറഞ്ഞതനുസരിച്ച് ഡോങ്ഷി അവളെ അന്വേഷിച്ച് അവിടെ എത്തിയത്. വാങ്ഷിയാൻ്റെ പേരും പറഞ്ഞ് അവർ തമ്മിൽ വാഗ്വാദം നടക്കുന്നുണ്ട്. ഡോങ്ഷി മുമ്പ് ജയിലിൽ കിടന്നിട്ടുള്ള കാര്യം പറഞ്ഞ് വെഞ്ചി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നു. അവസാനം ഡോങ്ഷി അവനിട്ടൊന്ന് പൊട്ടിച്ചിട്ട് വാങ്ഷിയനെയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഡോങ്ഷി അവളെ സ്വന്തം താമസ സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. അടുത്ത ദിവസം രാവിലെ അവൾ ഉണരുന്നതിന് മുമ്പ് ലൈറ്റായി ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവൻ റെഡിയാക്കുന്നുണ്ട്. വാങ്ഷൻ ഉണർന്നപ്പോൾ മുന്നിൽ ഡോങ്ഷിയെ കണ്ട് അമ്പരപ്പോടെ ചാടി എഴുന്നേൽക്കുന്നു. തൻ്റെ ഓവർകോട്ടൊക്കെ ഊരി മാറ്റിയിരിക്കുന്നത് കണ്ട് അവൾ അവനെ തെറ്റിദ്ധരിക്കുന്നുമുണ്ട്. ഞാനൊന്നും ചെയ്തതല്ല, നീ ഇന്നലെ കുറച്ച് ഓവറായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, സ്വന്തം വീടാണെന്ന് കരുതിയാകും, ചൂടെടുത്തപ്പോൾ നീ തന്നെ ഊരി മാറ്റിയതാണെന്ന് അവൻ പറയുന്നു. മുറിയിൽ ഒരു ബെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളതിനാൽ അവൻ എവിടെയാണ് കിടന്നതെന്ന് അവൾ ചോദിക്കുന്നു. സോഫയിലാണെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ആശ്വാസമാകുന്നുണ്ട്. അവൻ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയപ്പോൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് വെഞ്ചിയുടെ സ്വഭാവം മോശമാണ് എന്നറിയാമായിരുന്നെങ്കിലും അവൻ ഇത്രയ്ക്ക് ദുഷ്ടനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ന് അവൾ പറയുന്നു. അടുത്ത ദിവസം രാവിലെ ശിവാൻജി ഓഫീസിൻ്റെ വാതിലുകൾ എത്തിയപ്പോൾ നീ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് ലൂഷ്യൻ അവൾക്ക് പിറകെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് അവൾക്ക് നൽകിയിട്ട് പോകുന്നു. കാറിൽ നിന്നിറങ്ങാൻ തുടങ്ങിയായിരുന്ന റെൻഷി ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അവിടേക്ക് വന്നത്. അവനെ കണ്ടപ്പോഴേ അവൻ്റെ മുറിവിൽ ഒട്ടിക്കാനായി കരുതിയിരുന്ന ബാൻഡേജ് അവൾ പുറത്തെടുത്തെങ്കിലും ലൂഷ്യൻ അവളെ കെയർ ചെയ്തിട്ട് പോയതിൻ്റെ കലിപ്പിലായിരുന്ന റെൻഷി ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കമ്പനിയിലേക്ക് കൊണ്ടുവരരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ച് അവളോട് ദേഷ്യപ്പെട്ടിട്ട് അകത്തേക്ക് കയറി പോകുന്നു. 1 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്, കഴിച്ചിട്ട് വന്നാൽ മതിയെന്ന് പുറകെ വന്ന ഡോങ്ഷി അവളോട് പറയുന്നു. ഇവനാണല്ലോ ഞാൻ ബാൻഡേജ് കൊടുക്കാൻ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് ശിവാൻജി ബാൻഡേജ് ചുരുട്ടിക്കൂട്ടി എറിയുന്നുണ്ട്. അന്ന് തന്നെ മറ്റൊരു സംഭവം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം റെൻഷി ശിവാൻജി അന്വേഷിച്ച് കസ്റ്റമറിൻ്റെ വീട്ടിൽ പോയ വിവരം കമ്പനിക്കുള്ളിൽ അങ്ങനെയോ പരന്നിരിക്കുന്നു. പക്ഷേ റെൻഷി ആവശ്യമില്ലാതെ ഏതോ ക്ലയൻറ്റിൻ്റെ വീട് ആക്രമിച്ചു എന്ന രീതിയിലാണ് ന്യൂസ് സ്പ്രെഡായിരിക്കുന്നത്. ഹുയുവാണ് ശിവാൻജിയോട് വിവരം പറഞ്ഞത്. സത്യത്തിൽ വെഞ്ചിയുടെ നിർദ്ദേശമനുസരിച്ച് റെൻഷിയുടെ കമ്പനിയിലെ ഒരാളെ മാർക്ക് സ്വാധീനിച്ചിരിക്കുകയാണ്. അവനായിരുന്നു ഈ മോശം വാർത്ത പരത്തിയതിനും പിന്നിൽ. കമ്പനിക്കുള്ളിൽ തന്നെ ആരോ തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് റെൻഷിക്കും മനസ്സിലാകുന്നു. കസ്റ്റമറുടെ പരാതിയെക്കുറിച്ച് പുറത്തുനിന്നുള്ള ഒരാൾ എന്തായാലും അറിയില്ല, ഇതിനുള്ളിൽ തന്നെ ആരോ ഉണ്ട്, അവരെ ഉടൻ കണ്ടെത്തണമെന്ന് അവൻ ഡോങ്ഷിയോട് പറയുന്നു. താൻ കാരണം വീണ്ടും ഒരു ഇഷ്യൂ കമ്പനിയിൽ ഉണ്ടായതിനാൽ ശിവാൻജി ആകെ ടെൻഷനിലാണ്. ഇതിന് ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തുകൊള്ളാമെന്ന് റെൻഷിയുടെ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ഡോങ്ഷിയോട് അവൾ പറഞ്ഞെങ്കിലും അത് കേട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന റെൻഷി അവളോട് തൽക്കാലം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. മുമ്പ് അവൻ 10 ദിവസത്തെ അവധി ചോദിച്ച് വാങ്ങിയിരുന്ന ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗും നടക്കുന്നത് അന്ന് തന്നെയായിരുന്നു. ഈ 10 ദിവസത്തിനുള്ളിൽ കാര്യമായ പ്രോഗ്രസ് ഒന്നും ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ മാനുവൽ ഡിപ്പാർട്ട്മെൻറ്റ് പിരിച്ചുവിടാൻ തന്നെയാണ് മീറ്റിംഗിൽ തീരുമാനമെടുത്തിരിക്കുന്നത് എന്ന് ഡോങ്ഷി റെൻഷി അറിയിക്കുന്നു. റെൻഷി കുറച്ച് കഴിഞ്ഞ് ശിവാൻജിയെ പോയി കാണുന്നുണ്ട്. അപ്പോഴേക്കും അവളും വിവരം അറിഞ്ഞിരുന്നു. അവളെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റാൻ വേണ്ടത് ചെയ്തു കഴിഞ്ഞു. ഇവിടുന്ന് പോകേണ്ടി വരില്ല എന്ന് റെൻഷി പറഞ്ഞെങ്കിലും മറ്റുള്ളവരെല്ലാം പോകേണ്ടി വരുമ്പോൾ ഞാൻ മാത്രമായിട്ട് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവൾ ആ ഓഫർ നിരസിക്കുന്നു. സത്യത്തിൽ ആ ജോലി നഷ്ടപ്പെടുന്നതിൽ അവൾക്ക് ഒരുപാട് വിഷമമുണ്ടെങ്കിലും അവളത് പുറത്ത് കാണിക്കുന്നില്ല. അവൾ തൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ചീഫ് ജിൻ അവളുടെ അടുത്തേക്ക് വന്ന് ഒരു കസ്റ്റമർ നിനക്കൊരു സിൽവർ ബാനർ തരാനായി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. മുമ്പ് അവൾ വീട് ക്ലീൻ ചെയ്യാൻ പോയ അത്ലറ്റ് ആയിരുന്നു ആ കസ്റ്റമർ. ശിവാൻജിയുടെ അന്നത്തെ ഇടപെടൽ കാരണം ജീവിതത്തിൽ പ്രതീക്ഷ നയിച്ചിരുന്ന അയാൾക്ക് ഒരു പുതുജീവൻ ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ചെറിയ ചെറിയ വീട്ടുജോലികളൊക്കെ ചെയ്യാറുണ്ട്, പ്രാക്ടീസും ചെയ്യുന്നുണ്ട്, എനിക്ക് അധികം വൈകാതെ വീണ്ടും ടീമിൽ ജോയിൻ ചെയ്യാൻ കഴിയുമെന്നാണ് കോച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് അയാൾ സന്തോഷത്തോടെ അവളോട് പറയുന്നു. നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് പിരിച്ചുവിടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നല്ല, കൂടുതൽ ക്ലീനിങ് വർക്ക് നിങ്ങളെ ഏൽപ്പിക്കാനായിരുന്നു ഞാനിപ്പോൾ വന്നത്. ഇത്ര നല്ലൊരു ജോലിക്കാരിയെ നിങ്ങളുടെ ബോസിന് വേറെ എവിടെ നിന്ന് കിട്ടാനാണ് എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. സംസാരിക്കുന്ന കൂട്ടത്തിലാണ് BG കമ്പനിക്ക് വേണ്ടി മുമ്പ് തയ്യാറാക്കിയിരുന്ന പ്രൊജക്ട് പ്രപ്പോസൽ മേശപ്പുറത്തിരിക്കുന്നത് അയാളുടെ കണ്ണിൽപ്പെട്ടത്. അയാളത് നോക്കുന്ന കണ്ടപ്പോൾ ഇത് ഞങ്ങൾ മുമ്പ് ഒരു കമ്പനിക്ക് വേണ്ടി തയ്യാറാക്കിയ പ്രൊജക്റ്റായിരുന്നു, പക്ഷേ മറ്റൊരാൾ ഇത് മോഷ്ടിച്ചത് കാരണം ഞങ്ങൾക്കിത് നഷ്ടമായി, ഇനിയിപ്പോൾ ഇതുകൊണ്ട് ഉപയോഗമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ അത് തിരികെ വാങ്ങി വയ്ക്കുന്നുണ്ട്. ശിവാൻജി പോകുന്നതിൻ്റെ വിഷമത്തിലാണ് റെൻഷി. ശിവാൻജി സാധനങ്ങളുമായി വീഡിയോ അടുത്തറായപ്പോഴാണ് റെൻഷി അവിടെ പുറകെ അവിടെ എത്തിയത്. ബോസ് എന്താണ് ഇവിടെ എന്ന് അവൾ ചോദിച്ചപ്പോൾ അവൻ അവളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി അടുത്തുള്ളൊരു മേശപ്പുറത്തേക്ക് വെച്ചിട്ട് ഇത് നീ അവിടെ മറന്നു വെച്ചതാണ് എന്ന് പറഞ്ഞൊരു പാക്കറ്റ് അവളെ ഏൽപ്പിക്കുന്നു. അവളുടെ കപ്പായിരുന്നു അതിൽ. ഇത് തരാൻ വേണ്ടി മാത്രമാണോ ബോസ് ഇവിടെ വരാവുന്നത് എന്നവൾ ചോദിച്ചപ്പോൾ എനിക്ക് നിന്നോട് സംസാരിക്കണമെന്നും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവൻ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ശിവാൻജി ഒന്ന് അമ്പരക്കുന്നുണ്ട്. റെൻഷി കുറച്ച് സമയം അങ്ങനെ നിന്ന ശേഷം അവളെ തിരികെ വിട്ടിട്ട് നീ ലൂഷ്യനെ ഡേറ്റ് ചെയ്യുകയാണെന്ന് ഞാൻ അറിഞ്ഞു,
നിന്റെ എവിൾ ബോസിനെയും ഇനി മുതൽ കാണേണ്ടല്ലോ, നിന്റെ ലൈഫ് ഇനി മുതൽ ഹാപ്പി ആയിരിക്കുമല്ലേ എന്ന് ചോദിക്കുന്നു. ബോസിനെ ഞാൻ ഒരിക്കലും എവിൾ ബോസായി കണ്ടിട്ടില്ല, മാത്രമല്ല ഒരു എംപ്ലോയി എന്ന നിലയിൽ എനിക്ക് ബോസിനെ ശരിക്കും ഇഷ്ടവുമാണ് എന്ന് അവൾ പറയുന്നു. അവസാനം പറയുന്നത് അവൻ ഒരിക്കൽ കൂടി അവളെ കൊണ്ട് പറയിക്കുന്നുണ്ട്. ഒരു ബോസ് എന്ന നിലയിൽ എനിക്കും നിന്നെ വളരെ ഇഷ്ടമാണെന്നും അവൻ പറയുന്നു. ബോസിന് നല്ലൊരു ഗേൾഫ്രണ്ട് ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെ പറയുന്നത്, ഞാൻ അറിയാതെ തെറ്റിദ്ധരിച്ചു പോകുമെന്ന് പറഞ്ഞ് അവൾ പോകാൻ തുടങ്ങിയപ്പോൾ, അപ്പോൾ നിന്റെ കാര്യമോ, നീ ലൂഷ്യാനെ ഡേറ്റ് ചെയ്യുകയല്ലേ, മാത്രമല്ല ഞാനും വാങ്ഷ്യാനും കപ്പിൾസ് ഒന്നുമല്ല എന്നും പറയുന്നു. ഞാൻ ലൂഷ്യാനെ ഡേറ്റ് ചെയ്യുന്നൊന്നുമില്ല, ഞാൻ ക്ലീനിങ് കമ്പനിയിലാണ് ജോലി ചെയ്തതെന്ന് അച്ഛൻ അറിയില്ലായിരുന്നു. അന്ന് അച്ഛനത് അറിയുമെന്ന് തോന്നിയപ്പോൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവൻ അങ്ങനെ പറഞ്ഞതാണ്, അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു റിലേഷനും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞടക്കാൻ തുടങ്ങുമ്പോഴാണ് അച്ഛൻ മുകളിൽ നിന്ന്, നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു, നീ എന്നോട് കള്ളം പറഞ്ഞതാണല്ലേ, നിന്നെ നീ ശരിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ചൂലും എടുത്തുകൊണ്ട് താഴേക്ക് വന്നത്. അവൾ കയ്യിലിരുന്ന സാധനങ്ങൾ റെൻഷിയുടെ കയ്യിൽ പിടിപ്പിച്ചിട്ട് അച്ഛൻ്റെ കയ്യിൽ പെടാതിരിക്കാൻ അവിടെ നിന്ന് ഓടുന്നുണ്ട്. അച്ഛൻ ചൂലും കൊണ്ട് പുറകെയും. റെൻഷി അത് കണ്ട് അവിടെ നിന്ന് ചിരിക്കുന്നു. ഡോങ്ഷി ഈ സമയം കമ്പനിക്കുള്ളിൽ തങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നതെന്ന് സംശയം തോന്നിയ സ്റ്റാഫിനെ കൊടുക്കാൻ ഒരു ട്രാപ്പ് റെഡിയാക്കുന്നുണ്ട്. ഇത് കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഡോക്യുമെൻ്റാണ്, ഇത് കണ്ടാൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് അവനൊരു ഡോക്യുമെൻ്റ് അവളുടെ മുന്നിൽ വെച്ച് മെഷീനിലിട്ട് കീറിക്കളയുന്നുണ്ട്. അതിനുശേഷം എനിക്ക് ബോസിനെ വിളിക്കാൻ അത്യാവശ്യമായി പോകണം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. അവൻ സംശയിച്ചതുപോലെ അവൾ തന്നെയായിരുന്നു മാർക്കിൻ്റെ സ്പൈ. ഡോങ്ഷി പോയ പുറകിൽ തന്നെ അവൾ മാർക്കിനെ വിളിച്ച് വിവരം അറിയിക്കുന്നുണ്ട്. അടുത്ത ദിവസം അതിരാവിലെ തന്നെ ശിവാഞ്ചി എഴുന്നേറ്റ് റെഡിയായി മുമ്പ് ചെയ്തിരുന്ന പോലെയുള്ള പാർട്ട് ടൈം ജോലികൾ ചെയ്യാനായി പുറപ്പെടുന്നു. ഡോങ്ഷിയും റെൻഷിയും കൂടി സ്പൈയെ കണ്ടെത്താനുള്ള പ്ലാനിൻ്റെ ഭാഗമായി അന്നൊരു ഫിനാൻഷ്യൽ മീറ്റിംഗ് നടത്തുന്നുണ്ട്. ഷെയർ ഹോൾഡേഴ്സിനെ കാണാൻ പാടില്ല എന്ന് ഡോങ്ഷി പറഞ്ഞ ഡോക്യുമെൻ്റ് തന്നെയായിരുന്നു മാർക്കിൻ്റെ നിർദ്ദേശപ്രകാരം ആ സ്റ്റാഫ് ഫയലുകളിലെല്ലാം വെച്ചിരുന്നത്. അത് കണ്ടതോടെ അവൾ തന്നെയാണ് സ്പൈ എന്നവർക്ക് ഉറപ്പാകുന്നു. ഡോക്യുമെൻറ്റിൽ ഒരു മാറ്റമുണ്ട് എന്ന് പറഞ്ഞ് ഡോങ്ഷി എല്ലാവരുടെയും മുന്നിലിരുന്ന ഫയൽ മാറ്റിവെക്കുന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ റെൻഷി ആ സ്റ്റാഫിനെ തനിച്ച് ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ട്, നീ എന്തിനാണ് ഇത് ചെയ്തത്, നിന്നെ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയ ട്രാപ്പാണിത് എന്ന് തുറന്നു പറയുന്നു. ആദ്യം ഒന്നും അറിയാത്ത പോലെ നിന്നെങ്കിലും റെൻഷി വീണ്ടും ഓരോന്ന് ചോദിച്ചപ്പോൾ അവൾ കുറ്റം സമ്മതിക്കുന്നു. മാർക്കാണ് തന്നെ കൊടുത്താലും ചെയ്യിച്ചതെന്നും പണത്തിലോട്ടുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തു പോയതാണെന്നും അവൾ സമ്മതിക്കുന്നു. ഇങ്ങനെയുള്ള മാർഗത്തിലൊന്നും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് അവരോട് പറഞ്ഞേക്ക്, ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞ് റെൻഷി അവളെ വാൺ ചെയ്ത് വിടുന്നു. ശിവാഞ്ചി പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ ന്യൂസിൽ BG ഗ്രൂപ്പിൻ്റെ ഡയറക്ടറായിരുന്ന ലിന്നെ കൈക്കൂലി വാങ്ങി തിരിമറി നടത്തിയതിന് കമ്പനിയിൽ നിന്ന് പുറത്താക്കിയെന്ന വാർത്ത കേൾക്കുന്നു. മുമ്പ് മാർക്കിൻ്റെ കയ്യിൽ നിന്ന് അയാൾ കാർഡ് വാങ്ങുന്നത് നേരിട്ട് കണ്ടതുകൊണ്ട് അവൾക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുള്ളതെന്നറിയാൻ ആകാംക്ഷ തോന്നുന്നുണ്ട്. ഡയറക്ടർ ലിൻ പുറത്തായതോടുകൂടി BG ഗ്രൂപ്പ് റെൻഷിയുടെ കമ്പനിയെ തന്നെ അവരുടെ പാർട്ട്ണറായി തിരഞ്ഞെടുക്കുന്നു. ആ വാർത്ത റെൻഷിക്കും കമ്പനിയിലെ മറ്റംഗങ്ങൾക്കും വളരെ സന്തോഷം നൽകുന്നതായിരുന്നു. BG ഗ്രൂപ്പ് പെട്ടെന്ന് ഇങ്ങനെ വലിയൊരു മാറ്റം വരുത്താൻ തയ്യാറായത് എന്തായിരിക്കുമെന്ന് ചീഫ് ജിൻ ചോദിച്ചപ്പോൾ അതിൻ്റെ കാരണം എനിക്കറിയാമെന്ന് ഹുയു പറയുന്നു. BG ഗ്രൂപ്പിൻ്റെ ചെയർമാൻ്റെ മകൻ നമ്മുടെ ഒരു കസ്റ്റമറായിരുന്നു, അയാളുടെ ഇടപെടൽ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. 2 ദിവസം മുമ്പ് അയാൾ ഇവിടെ ശിവാഞ്ചിക്ക് ഒരു സിൽക്ക് ബാനർ നൽകാനായി വന്നിരുന്നു എന്ന് ഹുയു പറയുന്നു. ശിവാഞ്ചി ക്ലീനിങ്ങിന് സഹായിച്ച ആ അത്ലറ്റിൻ്റെ കാര്യമാണ് അവൻ പറഞ്ഞത്. ശിവാഞ്ചിയാണ് കമ്പനിയെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ സഹായിച്ചത്. പക്ഷേ ഈ സന്തോഷ വാർത്ത കേൾക്കാൻ അവളിവിടെ ഇല്ലാതെ പോയല്ലോ എന്ന് അവൻ വിഷമത്തോടെ പറയുന്നുണ്ട്. റെൻഷിക്കും അതേ വിഷമം തന്നെ ഉണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ മുമ്പത്തെ മാനുവൽ ക്ലീനിങ് ഡിപ്പാർട്ട്മെൻറ്റിലെ ശിവാഞ്ചിയുടെ ടേബിളിനരികിലേക്ക് അവൻ പോകുന്നു. ആ അത്ലറ്റ് അവൾക്ക് നൽകിയ സിൽക്ക് ബാനർ അവിടെ ഇരിക്കുന്നത് അവൻ കാണുന്നു. അവിടെ നിന്നപ്പോൾ അവൻ ശരിക്കും അവളെ ഒരുപാട് മിസ് ചെയ്യുന്നതിനാൽ അവളെ കാണാനായി അവൻ അവളുടെ വീടിനടുത്തേക്ക് പോകുന്നു. അവിടെ അവളെ കാത്തു നിൽക്കുന്ന സമയത്ത് പുറത്തെവിടെ പോയിരുന്ന ലൂഷ്യൻ മടങ്ങിയെത്തുന്നതിനാൽ അവനെ കാണുന്നു. ശിവാഞ്ചി ഇപ്പോൾ ഒരു സ്റ്റാഫ് അല്ലല്ലോ, പിന്നെ എന്തിനാണ് അവളെ ബുദ്ധിമുട്ടിക്കാനായി വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ലൂഷ്യൻ ചോദിച്ചപ്പോൾ, നീ ഇപ്പോൾ എൻ്റെ തെറാപ്പിസ്റ്റ് അല്ലല്ലോ, അപ്പോൾ പിന്നെ നീ പറയുന്നത് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് റെൻഷി പറയുന്നു. ശിവാഞ്ചിയെ വീണ്ടും കമ്പനിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത് എന്ന് റെൻഷി പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവിടെ ജോലി ചെയ്തതിൽ നിന്ന് അവൾക്ക് നല്ലതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, മാത്രമല്ല നിൻ്റെ ഔദാര്യത്തിൻ്റെ ആവശ്യം അവൾക്കില്ല, അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നോക്കാൻ എനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞിട്ട് ലൂഷ്യൻ പോകുന്നു. അവളെ ആരും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൾക്ക് സ്വന്തം കാര്യം നോക്കാൻ അറിയാമെന്ന് റെൻഷി പുറകിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. റെൻഷിയുടെ അമ്മ ഈ സമയം വാങ്ഷ്യാനുമായുള്ള കൂടിക്കാഴ്ചയിലായിരുന്നു. റെൻഷിയുടെ അസുഖം അടുത്തിടെയായി കുറച്ച് കൂടുതലാണെന്നാണ് തോന്നുന്നത്. അവനിപ്പോൾ എന്നെ കാണാൻ പോലും കൂട്ടാക്കുന്നില്ല എന്ന് അമ്മ പറഞ്ഞപ്പോൾ എനിക്കങ്ങനെ തോന്നുന്നില്ല, അവൻ്റെ അസുഖം കുറവുണ്ടെന്നാണ് തോന്നുന്നത്, അവനിപ്പോൾ കൈകൾ കോർത്തു പിടിക്കാറ് പോലുമുണ്ട് എന്ന് അവൾ പറയുന്നു. നീയുമായി അവൻ കൈകൾ കോർത്തു പിടിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ബന്ധം വളർന്നോ എന്ന് അമ്മ സന്തോഷത്തോടെ ചോദിച്ചപ്പോൾ, ഞാനുമായിട്ടല്ല അവൻ കൈകൾ കോർത്തു പിടിച്ചത്, ഞങ്ങൾക്കിടയിൽ പ്രണയമൊന്നുമില്ല, എനിക്ക് അവനോട് ബഹുമാനവും സൗഹൃദവും മാത്രമേ ഉള്ളൂ എന്നും വാങ്ഷ്യാൻ അമ്മയെ അറിയിക്കുന്നു. പിന്നെ ആരുമായാണ് അവൻ കൈകൾ കോർത്തു പിടിച്ചത് എന്ന് അമ്മ അവളോട് ചോദിച്ചറിയുന്നുണ്ട്. അതനുസരിച്ച് അവർ ശിവാഞ്ചിയെ അവളിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി കാണുന്നു. റെൻഷിയുടെ അമ്മയാണ് അത് എന്ന് അവൾക്കറിയില്ലായിരുന്നു. മകൻ്റെ വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യാൻ ഒരു ക്ലീനറെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാണ് അവർ അവളെ സമീപിച്ചത്. മകനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നൽകിയപ്പോഴാണ് റെൻഷിയുടെ അമ്മയാണെന്ന് അവൾ അറിയുന്നത്. അവൻ്റെ വീട്ടിലേക്ക് താമസം മാറണമല്ലോ എന്നുള്ളത് കൊണ്ട് അവൾ ഓഫർ നിരസിക്കാൻ തുടങ്ങിയെങ്കിലും അവൾ അത് പറയുന്നതിന് മുമ്പേ തന്നെ അവൻ്റെ വീട്ടിൽ താമസിക്കണമല്ലോ എന്ന് കരുതി ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട, എൻ്റെ മകൻ മൈസോഫോബിക്കാണ്, അതുകൊണ്ട് ചില നിബന്ധനകൾ കൂടുതലുണ്ട് എന്നേ ഉള്ളൂ, എന്നാലും അവൻ പരിധിയിൽ കൂടുതൽ അധികാരം കാണിക്കാൻ വന്നാൽ എന്നോട് പറഞ്ഞാൽ മതി,
നീ മുമ്പ് ക്ലീൻ ഫസ്റ്റിൽ ജോലി ചെയ്തിരുന്നതൊക്കെ എനിക്കറിയാം. പക്ഷേ ഇത്തവണ ഞാനാണ് നിന്നെ ജോലിക്കെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനാണ് നിന്റെ ബോസ്. ശമ്പളം നേരത്തെ 3 ഇരട്ടി ആക്കി തരാം എന്നൊക്കെ അമ്മ പറയുന്നു. ശമ്പളക്കാരും കിടന്ന് ജോലിക്ക് സമ്മതമാണ് എന്ന രീതിയിൽ ശിവാഞ്ചി മുന്നിലിരുന്ന കവർ എടുത്തിട്ട് ഞാൻ എപ്പോഴാണ് അങ്ങോട്ടേക്ക് താമസം മാറ്റേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അവൾ അന്ന് തന്നെ വീട്ടിലെത്തി റൻഷിയുടെ വീട്ടിലേക്ക് താമസം